തന്റെ കടമകളിൽ വിശ്വസ്തത പാലിക്കാതിരിക്കുമ്പോൾ, പാപസുഖം തേടി സ്വയം നശിക്കുമ്പോൾ, ദൈവത്തിന്റെ നിസ്സീമമായ കരുണയെ നാം അവഗണിക്കുകയും സ്വർഗരാജ്യത്തിന് നമ്മെ തന്നെ അനർഹരാക്കുകയും ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം മത്തായി 24:27. നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം ഇന്ന് 5-ാം ദിനത്തിൽ എത്തിയിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 45 മുതലുള്ള വചനമാണ് ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത്. 24-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്റെ രണ്ടാമത്തെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം എന്തെന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണെങ്കിൽ, തുടർന്ന് വരുന്ന ഈ ഭാഗങ്ങളിൽ ഉപമകളിലൂടെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ പ്രതിഫലം നൽകപ്പെടും എന്നാണ് ഈശോ പറയുന്നത്. 2 തരം ആൾക്കാരെ ഈ ഭാഗം കാണിച്ചു തരുന്നു. തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ട വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനും, യജമാനൻ താമസിച്ചു വരുമെന്ന് പറഞ്ഞ് സഹഭൃത്യന്മാരെ മർദ്ദിക്കുകയും സ്വയം നശിക്കുകയും ചെയ്യുന്ന ഭൃത്യനെയും ഇവിടെ നമുക്ക് കാണാം. എല്ലാവരും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ് എന്നും, ദൈവം സഭയിൽ ഒന്നാമത് അപ്പസ്തോലന്മാർ, തുടർന്ന് പ്രവാചകന്മാർ, പ്രബോധകന്മാർ എന്നിങ്ങനെ വിവിധ വരങ്ങളാൽ നിറഞ്ഞവരെ നിയോഗിച്ചിരിക്കുന്നു എന്നും, ഇവരെല്ലാവരും കൂടി ഒരു ശരീരമായി സഭയിൽ നിലകൊള്ളുന്നു എന്നുമുള്ള പൗലോസ് അപ്പസ്തോലന്റെ വാക്കുകൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ദൈവം നമ്മെ വരവേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നാം നിർവഹിക്കുമ്പോൾ, അത് വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്ന വിശ്വസ്ത ഭൃത്യനായി നാം മാറുന്നു. എന്നാൽ ഇതറിയാമായിരുന്നിട്ടും പിന്നീടാവാം എന്ന ധാരണയിൽ തന്റെ കടമകളിൽ വിശ്വസ്തത പാലിക്കാതിരിക്കുമ്പോൾ, പാപസുഖം തേടി സ്വയം നശിക്കുമ്പോൾ, ദൈവത്തിന്റെ നിസ്സീമമായ കരുണയെ നാം അവഗണിക്കുകയും സ്വർഗരാജ്യത്തിന് നമ്മെ തന്നെ അനർഹരാക്കുകയുമാണ് ചെയ്യുന്നത്. മറ്റൊരു ക്രിസ്മസിനായി നാം ഉപവാസത്തിലും പ്രാർത്ഥനയിലും തയ്യാറെടുക്കുമ്പോൾ, അത് തന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ക്രിസ്തു തന്റെ ദൂതന്മാരോടുകൂടി ആഗതനാകുമ്പോൾ നമ്മയും അവിടുത്തെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതിന് നമ്മെ തന്നെ വിശ്വസ്ത ഭൃത്യനായി ഒരുക്കാനിടയാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനങ്ങൾ ആശംസിക്കുന്നു. രാജാക്കൾ ആ വഴിയിൽ നക്ഷത്രം കണ്ടു, പൂജയ്ക്ക് കാഴ്ചയുമായി പുൽക്കൂട്ടിൽ വന്നു. സ്വർഗീയ സ്നേഹം മഞ്ഞായി പെയ്തു, സന്തോഷ സല്ലാപ സംഗീതമായി